നമസ്കാരം. കായിക വാർത്തകളുമായി ഇത് വൺ ഇന്ത്യ മലയാളം. നോബോൾ വിവാദവും തുടർന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് നായകൻ MS ധോണി ഗ്രൗണ്ടിലിറങ്ങി അമ്പയർമാരോട് തർക്കിച്ചതുമെല്ലാം ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയായി മാറിയിരുന്നു. IPL-ൽ രാജസ്ഥാൻ റോയൽസിനെതിരായ കളിയിലെ നിർണായകമായ അവസാന ഓവറിനിടെയായിരുന്നു നാടകീയ സംഭവങ്ങൾ. നിയമം ലംഘിച്ച് ഗ്രൗണ്ടിലെത്തി അമ്പയർമാരോട് തർക്കിച്ചതിന്റെ പേരിൽ ധോണിക്ക് മാച്ച് റഫറി പിഴ ചുമത്തുകയും ചെയ്തിരുന്നു. പല മുൻ താരങ്ങളും കടുത്ത ഭാഷയിലാണ് ധോണിയെ വിമർശിച്ചത്. അദ്ദേഹത്തിന്റെ നടപടി ഗുരുതരമായ നിയമലംഘനമാണെന്നാണ് പലരും ചൂണ്ടിക്കാട്ടിയത്. ഇതിനിടെ ധോണിയെ പിന്തുണച്ച് ആദ്യമായി ഒരു താരം രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലിയാണ് ധോണിയെ പിന്തുണച്ചിരിക്കുന്നത്. ധോണിയും ഒരു മനുഷ്യനാണെന്നും വികാരങ്ങൾ അദ്ദേഹത്തിനും ഉണ്ടാകുമെന്നും ഗാംഗുലി അഭിപ്രായപ്പെട്ടു. കളിക്കളത്തിൽ ഇപ്പോഴും അദ്ദേഹം കാണിക്കുന്ന മത്സരബുദ്ധി അസാധാരണമാണെന്നും ദാദ ചൂണ്ടിക്കാട്ടി. IPL-ൽ ഡൽഹി ക്യാപിറ്റൽസ് ടീമിന്റെ മുഖ്യ ഉപദേഷ്ടാവായി പ്രവർത്തിക്കുകയാണ് ഗാംഗുലി. റൺ ചേസിനിടെ നിർണായകമായ അവസാന ഓവറിൽ CSK താരം മിച്ചൽ സ്റ്റാൻനർ ബാറ്റ് ചെയ്യവേ അമ്പയർ ഉല്ലാസ് ഗാന്ധി നോബോൾ വിധിച്ചെങ്കിലും ലെഗ് അമ്പയർ അത് നോ ബോളാണെന്ന് ചൂണ്ടിക്കാട്ടി. ഇതുമായി ബന്ധപ്പെട്ട് അമ്പയർമാർ ആശയക്കുഴപ്പത്തിൽ നിൽക്കവെയാണ് ധോണി ഗ്രൗണ്ടിലിറങ്ങി അമ്പയർമാരുമായി സംസാരിച്ചത്. തുടർന്നത് നോബോൾ തന്നെയെന്ന് അമ്പയർ വിധിക്കുകയായിരുന്നു. ഈ സംഭവത്തിന്റെ പേരിൽ വലിയ വിമർശനങ്ങളാണ് ധോണിക്ക് നേരിടേണ്ടി വന്നത്. സ്പോർട്സ് ഡെസ്ക്, വൺ ഇന്ത്യ മലയാളം.